ഗുഡ് ആഫ്റ്റർനൂൺ വ്യൂവേഴ്സ്. ഞാൻ 2 ദിവസം മുമ്പ് കോൾഗേറ്റ് പാമലുവിനെ കുറിച്ച് പറഞ്ഞു. കോൾഗേറ്റ് ഞാൻ പറയുന്ന സമയത്ത് ഇറ്റ് വാസ് ട്രേഡിങ് സംവെയർ അറൗണ്ട് 2340 ഇതിപ്പോൾ 2424. കോൾഗേറ്റിന് ഇനി സ്കോപ്പ് ഉണ്ട്. പിന്നെ കാരണം വെച്ചാൽ ഈ US-ലെ ഈ പ്രോബ്ലംസ് ഒന്നും ഇന്ത്യയിലെ FMCG കമ്പനീസിനെ അങ്ങനെ ബാധിക്കാൻ സാധ്യതയില്ല. കാരണം നമുക്ക് ഇതൊക്കെ ഡേ ടു ഡേ യൂസ് ചെയ്യേണ്ട സാധനങ്ങളാണല്ലോ. സോ അതുപോലെ ഡാബർ, യൂണിലിവർ, നെസ്ലെ ഇതുപോലത്തെ കമ്പനികൾ നിങ്ങൾ വാച്ച് ചെയ്യുക. പിന്നെ പലപ്പോഴും ഈ റിച്ച് കൺട്രീസും പുവർ കൺട്രീസും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിയാമായിരിക്കുമല്ലോ. റിച്ച് കൺട്രീസിൽ ഇൻഡിവിജ്വൽസ് ആർ കൺസിഡേർഡ് ടു ബി ഹെൽത്തിയർ, ദേ ലിവ് ലോങ്ങർ ആൻഡ് ആർ മച്ച് ബെറ്റർ എഡ്യൂക്കേറ്റഡ്. അവർക്ക് അവരുടെ അമ്യൂണിറ്റീസ് പല ഓപ്ഷൻസ് ഉണ്ട്. കാരണം അവർക്ക് വെക്കേഷൻസ് ഒരു കാരിയറിൽ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ദേ ഹാവ് അവർ ഡ്രീം വെക്കേഷനിൽ പോകാൻ പറ്റും. പീപ്പിൾ ഇൻ റിച്ച് കൺട്രീസിൽ അവർക്ക് നല്ലൊരു വൈഡർ റോഡ്സ്, ഈ കുണ്ടും കുഴിയില്ലാത്ത റോഡ്സ്, സ്ട്രെയിറ്റ് റോഡ്സ്, നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റ്സ്, ഇലക്ട്രിസിറ്റി, റണ്ണിങ് വാട്ടർ ഇൻ ദ ഹൗസസ്, അവർക്കുള്ള ഗവൺമെൻറ്റിനെ സെലക്ട് ചെയ്യാനുള്ളതും. ആൻഡ് കോൺട്രറി ഗവൺമെൻറ് പ്രൊവൈഡ്സ് ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, റോഡ്സ്, ലോ ആൻഡ് ഓർഡർ. ഇതൊക്കെയുള്ള രാജ്യങ്ങളാണ് നമ്മൾ അഡ്വാൻസ് കൺട്രീസ് എന്ന് പറയുന്നത്. അതുപോലെ സിറ്റിസൺസിന് വോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാ സിറ്റിസൺസും മോസ്റ്റ് ഓഫ് ദി ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ആയിരിക്കും. പൊളിറ്റിക്കലി ദേ ക്യാൻ എലക്ട് ദ പീപ്പിൾ ഓൾസോ. ഇതൊന്നും പല പുവർ കൺട്രീസിലും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ സബ് സഹാറൻ ആഫ്രിക്കൻ കൺട്രീസിലായാലും അങ്ങനെയുള്ള കൺട്രികളിൽ പോകുമ്പോൾ ഈ തരത്തിലുള്ള ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ നിങ്ങൾ നോക്കുക വെച്ചാൽ ഈ ആവറേജ് അമേരിക്കൻ സിറ്റിസൺസ് 7 times prosperous as if you compare with a Mexican or Peru or Central American. അപ്പോൾ അവർ നോക്കുക വെച്ചാൽ ദി ആർ 20 times പ്രോസ്പെറസ് ദാൻ സബ് സഹാറൻ ആഫ്രിക്കൻ ഓർ ഇന്ത്യൻസിനെ നോക്കുക വെച്ചാൽ. അതുപോലെയുള്ള അമേരിക്കയിലുള്ള മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ദി ആർ മച്ച് മോർ പ്രോസ്പെറസ് ദാൻ ദി ഡെവലപ്പിംഗ് കൺട്രീസ്. പക്ഷേ ഇപ്പോൾ അമേരിക്കനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് മിക്കവാറും മറ്റുള്ള കൺട്രികളിൽ ഇന്നിപ്പോൾ ഓസ്ട്രേലിയ, ജപ്പാൻ, ന്യൂസിലാൻഡ്, സിംഗപ്പൂർ ആൻഡ് സൗത്ത് കൊറിയ ആൻഡ് തായ്വാൻ ഇതിപ്പോൾ അമേരിക്കനെക്കാട്ടും പ്രോസ്പർ ചെയ്യുന്ന കൺട്രികളാണെന്ന് പറയപ്പെടുന്നു. ഇനി വരാൻ പോകുന്ന രാജ്യങ്ങൾ അമേരിക്കനെക്കാട്ടും വലിയ പ്രോസ്പർ ചെയ്യുന്ന രാജ്യങ്ങൾ ഈ കൺട്രികളായിരിക്കുന്നതാണ് പറയപ്പെടുന്നത്. സോ ദർ സിറ്റിസൺ എൻജോയ് എ വെരി ഡിഫറെൻറ്റ് ലൈഫ്സ്. അപ്പോൾ ഞാൻ പറയുക വെച്ചാൽ അമേരിക്കയിൽ നിങ്ങൾ നോക്കുക വെച്ചാൽ ഈ ഗേറ്റ്സ് ആയാലും പോൾ അലനി ആയാലും സ്റ്റീവ് ബാമറും സ്റ്റീവ് ജോബ്സും ലാരി പേജും സെർജി ബ്രിനും ജെഫ് ബെസോസും ഇതുപോലുള്ള ആൾക്കാർ അമേരിക്കയിൽ എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ദേ ഹാവ് എ ബെറ്റർ സ്കൂളിംഗ് സിസ്റ്റംസ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അതുകൊണ്ടാണ് ഇത് എനേബിൾ ഗേറ്റ്സ് ആൻഡ് അതേഴ്സ് ലൈക്ക് ഹിം ടു അക്വയർ ആൻഡ് യുണീക്ക് സെറ്റ് ഓഫ് സ്കിൽസ്. നമ്മൾ ഇന്ത്യയിലും അതുപോലത്തുള്ള യൂണിവേഴ്സിറ്റിയും സ്കൂൾസും